നമസ്കാരം. മലയാളത്തിലടക്കം ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശന വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 800 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്ന അല്ലു അർജുൻ്റെ പുഷ്പ എന്ന സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അരങ്ങേറിയിരിക്കുന്നത്. പുഷ്പ എന്ന സിനിമയുടെ പ്രമേയം തന്നെ രക്തചന്ദന കള്ളക്കടത്താണ്. തിരുപ്പതിയിൽ, അതായത് ശേഷാചലം എന്നറിയപ്പെടുന്ന 7 മലകൾ കൂടിച്ചേർന്ന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഉൾപ്പെടെയുള്ള വനമേഖലയിൽ ഉണ്ടാകുന്ന രക്തചന്ദനമാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഗുണമേന്മയേറിയതുമായ ചന്ദനം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചന്ദന മരങ്ങളെ അപേക്ഷിച്ച് രക്തചന്ദനം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടറിയാൻ സാധിക്കില്ല. കാരണം ചന്ദനമരം കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചന്ദനത്തിൻ്റെ ഗന്ധം ഉണ്ടാകും. ആ മരങ്ങളുടെ പരിസരത്തേക്ക് അടുക്കുമ്പോൾ ചന്ദനം ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. എന്നാൽ രക്തചന്ദനം കാട്ടിലെവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കില്ല. അത് ആ മരം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ രീതി എന്നൊക്കെ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അതറിയാൻ സാധിക്കൂ. പൂർണ്ണ വളർച്ചയെത്തിയ രക്തചന്ദന തടിക്കുമേലെ മുതലയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് തുല്യമായ ശൽക്കങ്ങൾ രൂപപ്പെടും. ഇത് തന്നെയാണ് രക്തചന്ദന മരത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. നല്ല ഒത്ത മൂപ്പെത്തിയ വണ്ണമുള്ള ചന്ദന തടിക്ക് ഏതാണ്ട് 1 ടണ്ണിന് 1 കോടിയിലധികം രൂപ വരും എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ മേന്മയുള്ള രക്തചന്ദനത്തിന് 2 കോടിയിലധികം രൂപ വില വരും എന്നാണ് അറിയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് രക്തചന്ദന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ലോബികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുഷ്പ എന്ന സിനിമയിൽ പുഷ്പരാജ് എന്ന അല്ലു അർജുൻ്റെ കഥാപാത്രം രക്തചന്ദന കള്ളക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം തന്നെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ സിനിമയെ വെല്ലുന്ന തരത്തിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും രക്തചന്ദനം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 4.5 ടൺ ചന്ദനത്തടിയാണ് പിടിച്ചിരിക്കുന്നത്. ഈ രക്തചന്ദനത്തടിക്ക് 5 കോടിയിലധികം രൂപ വില വരും എന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ സ്പെഷ്യൽ പോലീസ് ടീമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നാണ് ഈ സംഘത്തെ പൊക്കിയതും തടികൾ അവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രക്തചന്ദനം ഗുജറാത്തിൽ വരെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അവിടെ നിന്നും കടൽ മാർഗം പുറത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ രക്തചന്ദനം സാധാരണയായി ഉപയോഗിക്കുന്നത് ഔഷധങ്ങൾക്കോ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനോ ഒക്കെയാണ് കൂടുതൽ രക്തചന്ദനം ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ചൈന, തായ്ലൻഡ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് രക്തചന്ദനം കയറ്റി അയക്കുന്നത് അവിടെ ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ വില. ഒരുപക്ഷെ ചന്ദനത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് രക്തചന്ദനം എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ കാട്ടുകള്ളന്മാരെ ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി ശേഷാചലം മല മേഖലയിലേക്ക് നയിക്കുന്നത്. അല്ലു അർജുൻ്റെ പുഷ്പ എന്ന സിനിമ പുറത്തു വരുമ്പോൾ ഇങ്ങനെ രക്തചന്ദന കള്ളക്കടത്തിന് ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ടോ, ഇത്രയും കോടി രൂപകൾ ഇതിന് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം സാധാരണ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുഷ്പ എന്ന ആ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ക്ലൈമാക്സുകളാണ് ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ കൺമുന്നിൽ അരങ്ങേറിയിരിക്കുന്നത്. യഥാർത്ഥ പുഷ്പരാജ് എവിടെയാണ് എന്നുള്ളത് ആന്ധ്രാപ്രദേശ് പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 4.5 കോടി രൂപ വില വരുന്ന രക്തചന്ദനം മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. സംഘത്തിലെ പ്രധാനികളായ ചിലരെയും പൊക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ പുഷ്പരാജ്, യഥാർത്ഥ സംഘത്തലവൻ എവിടെയാണ് എന്നുള്ളത് ആന്ധ്രാപ്രദേശ് പോലീസിനും പിടികിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പുഷ്പ എന്ന സിനിമ ഇന്ത്യയിൽ ഉടനീളം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പുഷ്പ എന്ന സിനിമയിൽ പറയുന്ന രക്തചന്ദന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അഥവാ സിനിമ ചർച്ച ചെയ്യുന്നതിലുപരിയായി അതീവ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ആന്ധ്രാ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 5 കോടി രൂപയുടെ രക്തചന്ദനമാണ് തിരുപ്പതി ശേഷാചലം മേഖലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ രക്തചന്ദനമാണ് പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ വരെ എത്തിച്ച ചന്ദനത്തടികൾ അതിവിദഗ്ധമായ രീതിയിൽ തന്നെയാണ് ആന്ധ്രാ പോലീസ് അവിടെ നിന്നും കടത്തി ഇവിടെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾക്കൊരു ധാരണയുണ്ട്, സിനിമയിലും മറ്റുള്ള കലാരൂപങ്ങളിലും അല്ലെങ്കിൽ സാഹിത്യങ്ങളിലും എല്ലാം പറയുന്നത് വെറും സാങ്കല്പിക സൃഷ്ടികൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ അത്തരം സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമുണ്ടാവില്ല. യഥാർത്ഥ ജീവിതവുമായി അത്തരം കഥകൾക്കോ സംഭവങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബന്ധമുണ്ടാകില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സങ്കല്പത്തെ വെല്ലുന്ന തരത്തിൽ തന്നെയാണ് പുഷ്പ എന്ന സിനിമയിൽ പറയുന്ന കള്ളക്കടത്തിന് വെല്ലുന്ന രീതിയിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് തിരുപ്പതി ശേഷാചലം മേഖലയിൽ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന രക്തചന്ദന കള്ളക്കടത്ത്.
5 കോടി രൂപയുടെ രക്തചന്ദന കള്ളക്കടത്ത് ആന്ധ്രാപ്രദേശ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും അല്ലു അർജുൻ അവതരിപ്പിച്ചിരിക്കുന്ന പുഷ്പരാജ് എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ എവിടെ ഒളിച്ചിരിക്കുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിയ 5 കോടി രൂപ വില വരുന്ന രക്തചന്ദനം കടത്തിയതിൻ്റെ തലവൻ ആരാണ്, ആ പുഷ്പരാജ് ആരാണ് എന്നുള്ളത് പോലീസിന് ഇപ്പോഴും വെളിവായിട്ടില്ല. ഇനി വരുന്ന ആളുകളിൽ പുഷ്പരാജിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ സാധിക്കും എന്നും വിശ്വസിക്കാം. എന്തായാലും പുഷ്പ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോൾ തന്നെയാണ് പുഷ്പയെ വെല്ലുന്ന തരത്തിലുള്ള ക്ലൈമാക്സോട് കൂടിയ യാഥാർത്ഥ്യം ആന്ധ്ര പോലീസിന്റെ കൺമുന്നിൽ അരങ്ങേറിയത്. 5 കോടി രൂപയുടെ രക്തചന്ദനം പിടിച്ചത്. ഇനിയും എത്ര കോടിയുടെ രക്തചന്ദനം പിടിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം, കാത്തിരിക്കാം.